കലാലയം സൈമൺ കുമാർ സംഘവും ദൈവാലയങ്ങളിൽ അവതരിപ്പിക്കുന്നു ഒരു ദൈവപുത്രന്റെ ജീവചരിത്രം, ഈശോ എന്ന രക്ഷകൻ. പാലസ്തീനിലെ ഗലീല എന്ന മനോഹരമായ ഒരു ഗ്രാമം. ആ ഗ്രാമത്തിൽ ഒരു കൊച്ചു വീട്. ആ വീടിന്റെ മുറ്റത്ത് അതീവ സുന്ദരിയായ ഒരു പെൺകുട്ടി നിൽക്കുന്നു. അവളുടെ പേര് മറിയം. ഈ മറിയത്തിന് 2 ഗുണങ്ങളുണ്ട്. ഒന്ന് അതീവ സുന്ദരി, മറ്റൊന്ന് അനുസരണയുള്ളവൾ. ഈ മറിയത്തിന്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. ബത്ലഹേം പട്ടണത്തിലെ ജോസഫാണ് മറിയയെ വിവാഹം കഴിക്കാൻ പോകുന്ന പ്രതിശുദ്ധവരൻ. ഒരു ദിവസം പ്രഭാതത്തിൽ ജോസഫ് ചങ്കു തകരുന്നൊരു വാർത്ത കേട്ടു. താൻ വിവാഹം കഴിക്കാൻ പോകുന്ന മറിയം ഗർഭിണിയാണ്. എന്ത്? താൻ വിവാഹം കഴിക്കാൻ പോകുന്ന മറിയം ഗർഭിണിയെന്നോ? ഇല്ല, ഈ അപമാനം ഞാൻ സഹിക്കില്ല, ഞാൻ അവളെ ഉപേക്ഷിക്കും. ഇല്ല, സഹിക്കില്ല എന്നീ അപമാനം സഹിക്കയില്ല. ഇല്ല, സഹിക്കില്ല എന്നീ അപമാനം തെല്ലുമീ തൊട്ടും സഹിക്കയില്ല. ഇല്ലിനി വേണ്ട ത്യജിക്കും അവളെ ഞാൻ, ഇല്ലിനി മാറ്റം ഒരിക്കലും നിശ്ചയം. ഇല്ലിനി വേണ്ട ത്യജിക്കും അവളെ ഞാൻ, ഇതിൽ മാറ്റം ഒരിക്കലും നിശ്ചയം. ഇല്ല, സഹിക്കില്ല എന്നീ അപമാനം തെല്ലുമീ തൊട്ടും സഹിക്കയില്ല. ആ രാത്രിയിൽ ജോസഫ് ഉറങ്ങാൻ കിടന്നു. ഉറങ്ങിക്കിടന്ന ജോസഫിന്റെ മുന്നിൽ ദിവ്യപ്രകാശം. ജോസഫ് കണ്ണുകൾ തുറന്നു. ദൈവത്തിന്റെ ദൂതൻ: ജോസഫ്, നിന്റെ ഭാര്യയായ മറിയയെ നീ ചേർത്തുകൊള്ളാൻ ശങ്കിക്കണ്ട. അവൾ പരിശുദ്ധാത്മാവിനാലാണ് ഗർഭിണിയായിരിക്കുന്നത്. അവൾ ഇപ്പോഴും കന്യക തന്നെയാണ്. ജോസഫ് അടുത്ത ദിവസം പ്രഭാതത്തിൽ മറിയയുടെ വീട്ടിലെത്തി. മറിയെ, നിന്നെ ഞാൻ കുറ്റപ്പെടുത്തി. നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാണെന്ന സത്യം ഞാൻ അറിയുന്നു. ജോസഫ് മറിയയെ വിവാഹം കഴിച്ചു. ആ കാലഘട്ടത്ത് റോമൻ ചക്രവർത്തിയായ അഗസ്റ്റസ് സീസർ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. അവരവരുടെ ദേശങ്ങളിൽ ചെന്ന് പേരുകൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ബത്ലഹേംകാരനായ ജോസഫ് തന്റെ പൂർണ്ണ ഗർഭിണിയായ ഭാര്യയും കൊണ്ട് ബത്ലഹേമിലേക്ക് യാത്രയായി. ആ രാത്രിയിൽ ബത്ലഹേമിലെത്തിയ ജോസഫ് തന്റെ ഭാര്യയും കൊണ്ട് സത്രത്തിന്റെ ഓരോ വാതിലുകളിലും മുട്ടി വിളിച്ചു: എന്റെ ഭാര്യ ഗർഭിണിയാണ്. ഈ രാത്രിയിൽ മാത്രം തലചായ്ക്കാൻ ഒരിടം തരൂ. ഹേ മനുഷ്യ, നിങ്ങൾക്ക് കണ്ണു കാണുന്നില്ലേ? നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും വന്ന് കിടക്കുന്നവരാണിവർ. കടന്നു പോകൂ, ഇവിടെ സ്ഥലമില്ല. തന്റെ പൂർണ്ണ ഗർഭിണിയായ ഭാര്യയും കൊണ്ട് ദുഃഖാർത്തനായി നടന്നു പോകുന്നു ജോസഫ്. അന്തിയുറങ്ങുവാൻ ആ പാതിരാനേരം ആശ്രമവാതിലിൽ മുട്ടിടുന്നു. അന്തിയുറങ്ങുവാൻ ആ പാതിരാനേരം ആശ്രമവാതിലിൽ മുട്ടിടുന്നു. ഇല്ലില്ല നിങ്ങൾക്ക് ഇവിടെ കഴിയുവാൻ നെല്ലുസ്ഥലം പോലും ബാക്കിയില്ല. നെല്ലുസ്ഥലം പോലും ബാക്കിയില്ല. അന്തിയുറങ്ങുവാൻ ആ പാതിരാനേരം ആശ്രമവാതിലിൽ മുട്ടിടുന്നു. അകലെ ഒരു തിരുവട്ടം കാണുന്നു. ജോസഫും മറിയയും തിരുവട്ടം കണ്ട സ്ഥലത്തേക്ക് നടന്നിരുന്നു. അതൊരു കാലിത്തൊഴുത്തായിരുന്നു. ആ കാലിത്തൊഴുത്തിൽ ലോകത്തിന്റെ രക്ഷകനായ ഈശോ ജനിച്ചു.
സ്വർഗീയ സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിനും മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്കെന്നും സമാധാനം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചനം മനുഷ്യനായി തീർന്നു, ദൈവപുത്രൻ ജനിച്ചിതാ. വചനം മനുഷ്യനായി തീർന്നു, ദൈവപുത്രൻ ജനിച്ചിതാ. അവിതർക്കിതമാം ചരിത്ര സത്യം പ്രത്യക്ഷത്തിൽ പൂർണിമയായി. അവിതർക്കിതമാം ചരിത്ര സത്യം പ്രത്യക്ഷത്തിൽ പൂർണിമയായി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിവരമറിഞ്ഞ ഹെരോദ രാജാവ് സിംഹാസനത്തിൽ നിന്നും ചാടി എഴുന്നേറ്റു. എന്ത്? തനിക്ക് ഭീഷണിയായി, തനിക്കെതിരായി ഈ രാജ്യത്തിൽ ഒരു കുഞ്ഞ് പറന്നുവെന്നോ? ആരവിടെ? തനിക്ക് ഭീഷണിയായി ഈ നാട്ടിൽ ഏത് കുഞ്ഞ് ജനിച്ചു? പ്രഭോ, വചനങ്ങൾ ഇങ്ങനെ പറയുന്നു. ബത്ലഹേമേ, ബത്ലഹേമേ, നീ യൂദാ പട്ടണങ്ങളിൽ പ്രമുഖനല്ലോ. എന്റെ ജനത്തിന്റെ നായകൻ നിന്നിൽ നിന്നുത്ഭവിക്കും. എനിക്കെതിരെ ഭീഷണിയായി ഒരു കുഞ്ഞ് ജനിക്കുകയോ? ബത്ലഹേമിലും പരിസരങ്ങളിലും വസിക്കുന്ന 2 വയസ്സിന് താഴെയുള്ള ശിശുക്കളുടെ കഴുത്തറുത്ത് കൊല്ലുവൻ. ചീറിപ്പായുന്നു റോമൻ പടയാളികൾ. ബത്ലഹേമിലും പരിസരങ്ങളിലും ഓരോ വീടുകളിലും അവർ കുതിച്ചു കയറി. അമ്മമാരുടെ ഒക്കത്തിരുന്ന കുഞ്ഞുങ്ങൾ, നിലത്ത് കിടന്ന കുഞ്ഞുങ്ങൾ, തൊട്ടിലിൽ കിടന്ന കുഞ്ഞുങ്ങൾ ബലമായി അവർ പിടിച്ചു വാങ്ങി. തലകീഴായി പിടിച്ചു, തലങ്ങും വിലങ്ങും വെട്ടി നുറുക്കി. തലയറ്റും ഉടലറ്റും കിടന്നു പിടയുന്നു ബത്ലഹേം പട്ടണം മുഴുവൻ ചോര കുഞ്ഞുങ്ങൾ. ബത്ലഹേം പട്ടണം മുഴുവൻ ചോരക്കളമായി മാറി. അമ്മമാരുടെ നിലവിളി ബത്ലഹേം പട്ടണത്തെ മുഴുവൻ നടുക്കി. വെട്ടിത്തിളങ്ങുന്ന വാൽമുനത്തുമ്പിൽ ഓർത്തു നിർത്തുന്നു ചോരക്കിടാങ്ങളെ. ബത്ലഹേം പട്ടണം മുഴുവൻ കുരുതിക്കളമായി മാറി. കുരുതിക്കളമായി. ചോരക്കിടാങ്ങളെ, ചോര ഞരമ്പിനെ ചോരന്മാരാകെ കവർന്നെടുത്തു. ചോരക്കിടാങ്ങളെ, ചോര ഞരമ്പിനെ ചോരന്മാരാകെ കവർന്നെടുത്തു. പെറ്റമ്മമാരുടെ നിർജീവരോദനം ആർക്കും സഹിക്കുവാനാവതില്ല. പെറ്റമ്മമാരുടെ നിർജീവരോദനം ആർക്കും സഹിക്കുവാനാവതില്ല. ഈ കൂട്ടത്തിൽ തന്റെ പ്രതിയോഗിയായ ഈശോയും മരിച്ചുവെന്ന് ഹെരോദാവ് കരുതി. എന്നാൽ മാലാഖയുടെ നിർദ്ദേശപ്രകാരം കുഞ്ഞ് ഈശോയും കൊണ്ട് ജോസഫും മറിയയും ഈജിപ്തിലേക്ക് യാത്രയായി. വർഷങ്ങൾ പലത് കഴിഞ്ഞു. ഈശോയ്ക്ക് ഇന്ന് 30 വയസ്സ് പ്രായമുണ്ട്. ആ കണ്ണുകൾക്ക് എന്തൊരു തിളക്കം, എന്തൊരു വാചാലത. 30 വയസ്സ്, 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ഈശോ അപ്പനും അമ്മയ്ക്കും വിധേയനായി ജീവിതം നയിച്ചു.